കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ഞാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സമാധാനത്തോടും ക്ഷേമത്തോടും കൂടി ആയിരിക്കുന്നെന്ന് കർത്താവിൽ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതേ, നമ്മുടെ നന്മയെ മുടക്കിക്കളഞ്ഞ നമ്മുടെ സന്തോഷത്തെ സ്തോത്രം അസന്തോഷമാക്കി കളഞ്ഞ ആ വെളിച്ചത്തെ ഇരുട്ടിലേക്ക് തള്ളിവിട്ട എല്ലാ മേഖലകളെയും നോക്കി പരിശുദ്ധാത്മാവിന് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ചിലത് കൈമാറാനുണ്ട്. വളരെ ശ്രദ്ധയോടെ സന്ദേശം ശ്രവിക്കുക. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. വളരെ സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത്. അതേ, കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകുമെന്ന് പറയുമ്പോൾ ഒരു വർഷമോ 2 വർഷമോ ഒരു പ്രാവശ്യമോ എന്നല്ല, കൊയ്ത്തുകാലത്തൊക്കെയും കരകവിഞ്ഞൊഴുകുന്ന ഒരു പ്രതിസന്ധി, ഒരു മേഖല. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ കൊയ്ത്തടുക്കാറാകുമ്പോൾ ഈ യോർദാൻ കരകവിഞ്ഞൊഴുകി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആമേൻ, ഈ കൊയ്ത്തിനു വേണ്ടി പ്രതീക്ഷയോടെ വലിയ കണക്കുകൂട്ടലുകൾ കൂട്ടി വലിയ സ്വപ്നങ്ങൾ കണ്ട് കാര്യങ്ങൾ ക്രമീകൃതമായി ചെയ്തു വന്ന പലരുടെയും സ്വപ്നങ്ങളെ ഒഴുക്കിക്കളഞ്ഞ ഒരു സമയം. കർത്താവിൻ്റെ മഹത്വം. കാലാകാലങ്ങളായി ഇതുതന്നെ സംഭവിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, കാലങ്ങളായി, വർഷങ്ങളായി, മാസങ്ങളായി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ കണക്കുകൂട്ടലുകൾ ചെയ്ത് കണക്കുകൂട്ടി സ്വപ്നം കണ്ട് ക്രമീകരിച്ചു വരുമ്പോൾ അവൻ പെട്ടെന്ന് താറുമാറായി പോകുന്നതുപോലെ, ഉടഞ്ഞു പോകുന്നതുപോലെ ചില പ്രതിസന്ധികൾ അപ്രതീക്ഷിതമായി കയറി വന്നതിനെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ഒരു പ്രവചന ശബ്ദമായി കൈമാറാൻ ആഗ്രഹിക്കുന്നു. നാളിതുവരെ അങ്ങയുടെ കുടുംബത്തിനകത്തും ജീവിതത്തിനകത്തും വളരെ പ്രതീക്ഷയോടും സ്വപ്നം കണ്ടും ക്രമീകൃതമായി ചെയ്തു വന്ന കണക്കുകൂട്ടലുകളെ തെറ്റിച്ച യോർദാൻ തീരമെല്ലാം കരകവിഞ്ഞൊഴുകി വന്ന വെള്ളത്തെ നിർത്തൽ ചെയ്യാൻ, ആ പ്രതിസന്ധിയെ നിർത്തൽ ചെയ്യാൻ ദൈവത്തിന് പദ്ധതികളുണ്ടെന്നും പ്ലാനുകളുണ്ടെന്നും മനസ്സിലാക്കണം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വായിക്കുന്നത് കാലങ്ങളായി, അവിടെ വായിക്കുന്ന പദമാണ് കൊയ്ത്തുകാലത്തൊക്കെയും. എപ്പോൾ കൊയ്ത്തുണ്ടാകുന്നു, എപ്പോൾ ഒരു കൊയ്ത്തു വെളിപ്പെടുന്നു, ആ സമയമൊക്കെയും യോർദാൻ തീരത്തെ കരകവിഞ്ഞൊഴുകുകയാണ്. യോർദാൻ തീരത്ത് കരകവിഞ്ഞൊഴുകി. എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ പലരുടെയും സ്വപ്നങ്ങൾ ഒഴുക്കിക്കൊണ്ടുപോയത്, പലരുടെയും നന്മകളെ ഒഴുക്കിക്കൊണ്ടുപോയത്, ഒന്നും കൂടെ പറഞ്ഞാൽ പലരുടെയും ആത്മഹത്യകൾ വെളിപ്പെട്ട് കാണാം, പലരുടെയും ജീവൻ ഒടുങ്ങി കാണാം. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് ചിലത് പറയാനുണ്ടെന്നേ. നാളിതുവരെ കുടുംബത്തിനകത്തു വീണ ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളെ വഴിമാറ്റിയിട്ട് ദൈവത്തിൻ്റെ വെളിച്ചം അങ്ങയുടെ കുടുംബത്തിൽ വീശാൻ ദൈവത്തിന് പദ്ധതികളുണ്ട്. ആ യോർദാനെ നോക്കി ഇനി ഭയപ്പെടേണ്ടതില്ലെന്നും നാളിതുവരെ അങ്ങയുടെ കുടുംബത്തെ കരകവിഞ്ഞൊഴുകി ഒഴുക്കിക്കൊണ്ടുപോയ നന്മയെ ഇന്നു പകൽ ഈ സന്ദേശം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ വിശ്വാസത്തോടെ നാം പ്രഖ്യാപിക്കാനിടയായി തീരണം. നാളിതുവരെ എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ നന്മയുടെ മേൽ, എൻ്റെ തലമുറയുടെ മേൽ ഒരു നന്മ വെളിപ്പെടുന്ന അതേ സെക്കൻഡിൽ തന്നെ അടുത്ത മേഖലയിൽ അതിനെ ഒഴുക്കിക്കളയുന്ന ചില പ്രതിസന്ധികൾ, അതിനെ തട്ടിമാറ്റുന്ന ചില പ്രതിസന്ധികൾ ഇന്നു പകൽ പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റിയിട്ട് മഹാസന്തോഷം എൻ്റെയും നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അതിനൊരു ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുക. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത പദം ഇങ്ങനെ പറയുന്നു: പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. കർത്താവിന് സ്തോത്രം. ഒരുപാട് കാലങ്ങൾ കൊണ്ട്
ഒരുപാട് പേരുടെ സ്വപ്നങ്ങളെ ഒഴുക്കിക്കളഞ്ഞതിനെ, ഹല്ലേലൂയ, ഒരുപാട് പേരുടെ തലമുറയുടെ ഭാവിയെ ഒഴുക്കിക്കളഞ്ഞതിനെ, പഠിച്ച് ചിലരോടൊക്കെ ചോദിച്ചാൽ ചിലർ പറയും പഠിച്ച് വലിയ സ്വപ്നങ്ങൾ നെയ്ത് പഠനങ്ങൾ ആരംഭിച്ചു, എന്നാൽ പഠിച്ചു മുൻപോട്ട് പോകുമ്പോൾ ഈ ഒന്നും ചെയ്യാൻ കഴിയാതെ, പഠിക്കാൻ കഴിയാതെ, സ്തോത്രം, ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ വല്ലാതെ സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ. പ്രിയരെ, ഇന്ന് പകൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഒന്ന് താഴ്ത്തി കൊടുക്കാൻ കഴിയുമെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിലൊന്ന് അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇതുവരെ അങ്ങയുടെ ഭാവിയുടെ മേൽ കർത്തൃത്വം നടത്തിയ അന്ധകാര മേഖലകളെ വഴിമാറ്റിയിട്ട് ദൈവത്തിൻ്റെ ചില പ്രവർത്തികൾ അങ്ങയുടെ മേൽ കർത്താവ് വെളിപ്പെടുത്തും. കർത്താവിന് സ്തോത്രം. ചിലരോട് ചോദിച്ചാൽ ചിലർ പറയും, ഞാൻ കൂട്ടിവെച്ച് എൻ്റെ ഈ ജോലി സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിവെച്ച് സ്തോത്രം വലിയ പ്രതീക്ഷകളോടെ വരികയാണ്. പെട്ടെന്ന് കയറി വന്നൊരു രോഗം, പെട്ടെന്ന് വന്ന ഒരു മരണം, പെട്ടെന്ന് വന്ന ഒരു ആക്സിഡന്റ്, എല്ലാ സ്വപ്നങ്ങളും ഒഴുക്കിക്കളഞ്ഞു. എല്ലാ സ്വപ്നങ്ങളും അതോടെ അവസാനിച്ചു. ഇനിയും എനിക്ക് ജീവിക്കണമെന്നേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വേവലാതിപ്പെട്ട് ആദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ കാണും. ആ വ്യക്തികളോടൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നാളിതുവരെ അങ്ങയുടെ നന്മയെ ഒഴുക്കിക്കളഞ്ഞതിനെ, കരകവിഞ്ഞൊഴുകി പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് കരകവിഞ്ഞൊഴുകി ആ നന്മയെ അപഹരിച്ചതിനെ, ആ നന്മയെ ഒഴുക്കിക്കൊണ്ടുപോയതിനെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി വലിയ സന്തോഷം അങ്ങയുടെ കുടുംബത്തിൽ വെളിപ്പെടുത്തും. എത്ര പേർക്ക് അതിനോട് ആമേൻ പറയാൻ കഴിയും? കർത്താവിന് സ്തോത്രം ചെയ്തു. ഒരു പ്രാവശ്യമല്ലെന്നേ, എത്ര പ്രയത്നിച്ചിട്ടും, എത്ര പ്രയത്നങ്ങൾ ചെയ്തിട്ടും ചെയ്യുന്ന പ്രയത്നങ്ങൾ മാത്രമേ ഉള്ളൂ, കരത്തിനകത്തൊന്നും ഒതുങ്ങുന്നില്ല. അധ്വാനമുണ്ടോ എന്ന് ചോദിച്ചാൽ അധ്വാനിക്കുന്നുണ്ട്, എന്നാൽ അധ്വാനത്തിനൊത്തവണ്ണമുള്ള കൂലി ലഭിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ചിലരോട് ചോദിച്ചാൽ ലഭിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ഒന്നിനും അത് ഉപയോഗപ്രദകരമാകുന്നില്ല. പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ ഈ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് പറയാം, നാളിതുവരെ ഞാൻ കണ്ട കാഴ്ച എൻ്റെ കരത്തിൽ ഒരു നന്മ ഒതുങ്ങുന്നില്ലെന്നാണ്. നാളിതുവരെ ഞാൻ അനുഭവിച്ചത് മുൻപോട്ട് 1% പോലും എനിക്ക് മൂവ് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, മേൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്ന് യോർദാൻ ഇനിയും കരകവിഞ്ഞൊഴുകുവാനും അങ്ങയുടെ സ്വപ്നത്തെ ഒഴുക്കിക്കളയുവാനും അങ്ങയുടെ നന്മയെ മുടക്കിക്കളയുവാനും ശത്രുവിന് കഴിയാത്തവണ്ണം ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ വെളിപ്പെടുമെന്നേ ഇവിടെ കാണുവാൻ കഴിയുന്നത്. അതേ ദൈവത്തിന് സ്തോത്രം. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ പെട്ടകത്തിന് വില കൊടുത്തിട്ടുണ്ടെങ്കിൽ, പെട്ടകത്തിന് മാന്യത കൊടുത്തിട്ടുണ്ടെങ്കിൽ, പെട്ടകത്തിന് ആവശ്യമായ മാന്യത പെട്ടകത്തിന് കൊടുത്തെങ്കിൽ ആ പെട്ടകം മുഖാന്തരം അങ്ങയുടെ കുടുംബം വെളിപ്പെടുമെന്നേ. ദൈവവചന അടിസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ട്, ദൈവവചനത്തിൽ പറയുന്ന പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് മുൻപോട്ട് മൂവ് ചെയ്യുന്നെങ്കിൽ നാളിതുവരെ ഒഴുക്കിക്കളഞ്ഞ നന്മയെ, നാളിതുവരെ സ്വപ്നത്തെ ഒഴുക്കിക്കളഞ്ഞതിനെ പരിശുദ്ധാത്മാവ് തിരികെ തന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനിടയായി തീരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവവചനം പറയുന്നു, കൊയ്ത്തുകാലത്തൊക്കെയും എന്ന് പറഞ്ഞാൽ കണ്ടകാലം, ഈ പ്രായം വരെയും, എത്രയോ പ്രായം, ഈ പ്രായം വരെ ഏതൊക്കെ നന്മ അനുഭവിച്ചിട്ടുണ്ടോ ആ നന്മയൊക്കെ ഒഴുക്കിക്കളഞ്ഞു, ആ നന്മയൊക്കെയും എടുത്തുകൊണ്ട് പോയി. ഒന്നിനും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. പക്ഷെ കർത്താവ് പറയുന്നു, ഈ മിനിറ്റുകളിൽ, ഈ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങയുടെ കുടുംബത്തിനകത്ത് ചലിക്കും. ദൈവിക പ്ലാനുകൾ അങ്ങയുടെ കുടുംബത്തിനകത്ത് ചലിക്കും. പെട്ടകത്തിന് കൊടുക്കേണ്ട മാന്യതയും പെട്ടകത്തിന് കൊടുക്കേണ്ട മാന്യത കൊടുത്ത് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ, ദൈവസന്നിധിയിലായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.